നമസ്കാരം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ലോകമെന്ന് നാം വിവക്ഷിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് ഭൂമിക്ക്. കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവുമാണിത്. 71% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നത് കൊണ്ട് ഭൂമിയെ നീലഗ്രഹമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം 454 കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ്. ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഭൗമാന്തരീക്ഷത്തിലും ഇവിടുത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എയറോബിക് ജീവികളുടെ പെട്ടെന്നുള്ള വർധനയും ഓസോൺ പാളിയുടെ രൂപപ്പെടലും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്ന് പുറത്തുനിന്ന് വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത 150 കോടി വർഷത്തേക്ക് കൂടി ഭൂമിയിൽ ജീവന് സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു. സൂര്യൻ്റെ വർദ്ധിച്ചു വരുന്ന തിളക്കവും താപവും അന്ന് ജൈവമണ്ഡലത്തെ നശിപ്പിക്കുമെന്നതിനാൽ ഈ കാലയളവിന് ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ഭൂമി സ്വയം കറങ്ങുകയും ഒപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂമി ഇപ്പോൾ പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുന്നുണ്ട് എന്നും ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം മില്ലി സെക്കൻഡുകളോളം കുറയ്ക്കുന്നുണ്ട് എന്നുമാണ് ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. 2020 മുതലാണ് ഈ മാറ്റം ദൃശ്യമായി തുടങ്ങിയത്. ഭൂമിയുടെ ഭ്രമണവേഗത്തിൽ സംഭവിക്കുന്ന നേരിയ മാറ്റങ്ങൾ പോലും ആഗോള സമയസൂചനാ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പൊതുവെ ഭൂമിയുടെ മന്ദഗതിയിലുള്ള ഭ്രമണവുമായി പൊരുത്തപ്പെടാൻ ലീപ് സെക്കൻഡുകൾ അറ്റോമിക് ക്ലോക്കുകളിൽ ചേർക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേഗമാർന്ന ഭ്രമണം തുടർന്നാൽ 2029 ആകുമ്പോഴേക്കും ചരിത്രത്തിൽ ആദ്യമായി അറ്റോമിക് ക്ലോക്കുകളിൽ ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തിലുണ്ടാകുന്ന മാറ്റം ആദ്യമായി സംഭവിക്കുന്ന പ്രതിഭാസമല്ല. ഈ മാറ്റങ്ങൾ നമ്മുടെ ഗ്രഹത്തിൻ്റെ പ്രാചീന കാലം മുതലേ ഉള്ളതാണ്. ദിനോസറുകൾ ഭൂമി അടക്കി വാണിരുന്ന കാലത്ത് ഭൂമിയിലെ ഒരു ദിനത്തിന് 23 മണിക്കൂർ ദൈർഘ്യമുള്ള സമയമായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. വെങ്കലയുഗത്തിൽ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഇന്നത്തേക്കാൾ ഏകദേശം 1/2 സെക്കൻഡ് കുറവായിരുന്നു. 200 ദശലക്ഷം വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസം ഏകദേശം 25 മണിക്കൂറായി ഉയരുമെന്ന് ഗവേഷകർ ഇതിനോടകം പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ഭൂമിയുടെ കറക്കത്തിലെ വേഗക്കുറവിനും വേഗവർദ്ധനവിനും പിന്നിലെ കാരണം കൃത്യമായി രേഖപ്പെടുത്തുവാൻ ഭൗമശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങൾ, ഹിമാനിയുടെ തിരിച്ചുവരവ്, അന്തരീക്ഷ മർദ്ദത്തിലും സമുദ്രപ്രവാഹങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയൊക്കെയാണ് കാരണങ്ങളായി അനുമാനിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.